ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നിപ്പം രണ്ടാമത്തെ ഡേ ആണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ. അപ്പം ഇപ്പം നമ്മൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്തു. ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഇന്നലെ വന്ന സെയിം ഹോട്ടൽ, തലശ്ശേരി ഹോട്ടൽ. ബിക്കോസ് ഇവിടെ കുറച്ച് നല്ലതും അടുത്തുമായിട്ടുള്ള മലയാളി ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഇതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കേരള ഫുഡ് കുറച്ച് നിർബന്ധമാണ്, എനിക്കും അമ്മയ്ക്കൊക്കെ. ഇവർക്ക് കേരള ഫുഡ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. സോ ദാറ്റ് ഇവിടെ തന്നെ വന്നു നമ്മൾ. ഇനി പോകണമെങ്കിൽ ഇവിടുന്ന് കുറേ പോകാനുണ്ട്, 50 മിനിറ്റ് എങ്ങാണ്ട് പോകാനുണ്ട്. ബെറ്റർ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ പി ജിയും നോക്കി സെറ്റാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇനി ഞാൻ പോയി ചായ കുടിച്ചിട്ട് മനസ്സിലായി. ഗൈസ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ മിററിൽ കാണിക്കാം. അച്ഛനും ഷാനുമോളും മാറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ മടിവാളയിൽ പോയിട്ട് ഒരു റൂം എടുത്തിട്ട് അവിടുന്ന് ഇവർ പുതിയ ഷർട്ട് എന്തോ അയണം ഞാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് മാറ്റുന്നത് കുറച്ചുകൂടി ബെറ്റർ തോന്നി. ഹായ്. ഗൈസ്, എൻ്റെ കോസ്റ്റ്യൂം കണ്ടോ ഗൈസ്? ഹൗസ് മൈ ഫോൺ കവർ എങ്ങനെയുണ്ട് നോക്കൂ. ഡ്രസ്സിങ്ങിന് മാച്ച് അല്ലേ? എൻ്റെ നാളത്തെ ഡ്രസ്സിങ്ങിന് മാച്ച് ഏകദേശം. എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യൂ. രസമുണ്ടോ? ഇഷ്ടമായോ? നല്ല രസമുണ്ടോ എന്നൊക്കെ. കുറച്ച് ആസ്തറ്റിക് ഓവറായിപ്പോയി. ഒരു ഫങ്ഷനും പാർട്ടിക്കൊക്കെ ഇടുന്ന കവറായിപ്പോയി ഞാൻ എടുത്തു. ബട്ട് രസമല്ലേ? ഫുഡെല്ലാം കഴിച്ചു, ഇവിടുന്ന് ഇറങ്ങി. ഇനി കാറ് കയറിയിട്ട് പി ജിയിലേക്ക് പോകണം. അതിന് മുന്നേ എനിക്ക് റൂം തപ്പണം ഓൺലൈനിലേ. റൂമുണ്ടോ നോക്കട്ടെ. ഋതു സേ സംതിങ്. പുള്ളിക്കാരത്തി കുറച്ച് മൂഡ് ഓഫാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കാരണമൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. സൂയ എനിക്ക് കുറച്ച് സങ്കടത്തിൽ, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്ത. അല്ലെങ്കിൽ ഇവിടെ കുറേ തഗ്ഗും തമാശകളും നിങ്ങൾക്ക് കേൾക്കായിരുന്നു. മേ ബി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉടനെ സെറ്റാക്കണം. അതാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് നല്ല സംസാരിക്കും, തമാശയൊക്കെ പറയുന്ന ആളാണ്. എന്നാലും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നല്ല രീതിക്ക് അങ്ങ് മൂഡ് ഓഫ് ആയിപ്പോയി. ഇവിടെയുള്ള തലശ്ശേരി ഹോട്ടലിൽ അവിടെ 10% ഡിസ്കൗണ്ട് ഉണ്ട് അത്ര. IZ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടിക്കും. ഇപ്പം വിളിച്ചായിരുന്നു കോളേജില്ല അവിടെ. എൻ്റെ ദൈവമേ, ഇവർ തോർത്തൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇന്നലത്തെ വ്ളോഗ് എനിക്ക് ഇന്ന് എഡിറ്റ് ചെയ്തിടണം എന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മെസ്ഡപ്പായി, ടെൻഷനായി. പിന്നെ നൈറ്റ് നല്ല ലേറ്റായി സംസാരിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് വേണം അതിടാൻ. എന്തായാലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ഇടുന്നുള്ളൂ. എല്ലാം കൂടെ നമുക്ക് ഒന്നിലൊതുക്കണ്ട. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്ന അത്രയ്ക്ക് ക്ഷമയൊന്നും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടി കുട്ടി വ്ളോഗാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ IZ കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ വരാം. നിങ്ങൾ ഈ കോളേജിൽ IZ കോളേജിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 10% ഡിസ്കൗണ്ട് തരുന്നതാണ്. ഇവിടെ ഉള്ള ഓണർ
പുള്ളിക്കാരൻ പറഞ്ഞത്. ഇവര് കേറുന്നില്ലേ? ഇവിടെ PG ഒന്ന് സെറ്റ് ആക്കണം. ഇവിടെ അറേഞ്ച് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, അഡ്മിഷനൊക്കെ എടുത്ത് ചെയ്ത് കൊടുത്താൽ അവര് വരും. അവരെ വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് PGയിലേക്ക് പോവാം. ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ പിന്നെ ഇവിടെ കറങ്ങാൻ പോവുക, ഓരോ സ്ഥലം കാണിക്കുക. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും വീട്ടുകാർ ഒരു തവണ എങ്ങാണ്ട് ഇതിന് മുന്നേ ബാംഗ്ലൂർ വന്നത്, അതിന് മുന്നേ അങ്ങനെ വന്നിട്ടില്ല. സോ ഇവിടെ കുറേ സ്ഥലമൊക്കെ നോക്കി കാണിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ ഇന്ന് കറക്കമൊക്കെ ആയി. PGയും കൂടി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ അങ്ങ് മാറുമായിരുന്നു. എന്നിട്ട് വേണം ഒന്ന് ഇറങ്ങാൻ. നാളെ രാവിലെയാണ് കോളേജ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നാളെ രാവിലെ കോളേജ് റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പോകും. ഞാൻ ഇനി നേരെ മൈസൂർക്കില്ല, കാരണം ഞങ്ങൾക്ക് ലീവായിരിക്കാം. സോ നേരെ നാട്ടിൽ പോകും. നാട്ടിലിനി കുറേ കാര്യങ്ങളുണ്ട്. ഓണത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒക്കെ പെൻഡിങ്ങാ. ഞാൻ ഡ്രസ്സ് വരെ സെലക്ട് ചെയ്തിട്ടില്ല. ഒക്കെ കുറേ പണിയുണ്ട് നാട്ടിൽ പോയാൽ. ഒരു വ്ളോഗ് ഇടുകാറിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവരെ വിടും. ഇവർക്കാർക്കും ഇങ്ങനെ ക്യാമറ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല എന്നല്ല, മടിയാ ഭയങ്കര. നമ്മളെ പോലെ അല്ലല്ലോ. അപ്പൊ ഗൈസ്, ഞാനിനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണിക്കാം. ഋതുകൃഷ്ണ EP, ഇത് പുതിയ ഷൂ ആണോ? നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല കളറാണല്ലോ. ഇതാരെനിക്ക് സെലക്ട് ചെയ്തന്നെ. നല്ല സോക്സ് ആണല്ലോ. ഭാര്യയും ഭർത്താവും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ. ഞങ്ങളിവിടെ വന്നപ്പോ ആരതോ ഒരു കാറിൽ ഒരു ഡോഗിനെ കണ്ടു. എടാ സുന്ദര, നോക്ക്. അയ്യോ കാണുന്നില്ല, ഞങ്ങൾ എവിടുന്നേ കാണുള്ളൂ. സുന്ദര എടോ, അയ്യോടാ ക്യൂട്ട്. ഇങ്ങനെയാണ് റൂം വരുന്നത്. PGയിൽ 114 ഇവിടെ റൂം നമ്പർ. അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ സ്പേസ്. അങ്ങനെ നമുക്ക് റൂം കാണാം. ഇവിടെ 2 ഷെയറിംഗ് ആണ് എടുത്തത്. 4 ഉണ്ട് 6 ഉണ്ട്. പക്ഷെ ഇവിടെ 2 ഷെയറിംഗ് ആണ് എടുത്തത്. ദുബായ് ഇത് തുറക്കൂ. ഒരു കബേർഡ് ഉണ്ട്, മീൻസ് ഒരു കുട്ടിക്ക് ഒരു കബേർഡ്, ഒരു ബെഡ്. പിന്നെ ഇത് കോമൺ ആണ്, ടേബിൾ ആൻഡ് ചെയർ. ഇതേപോലെ മറ്റേ കുട്ടിക്ക് ഇതുണ്ട്. ഇവിടെ 2 ഷെയറിങ് എടുത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒക്കെ 2 ഷെയറിങ് ആണ് താല്പര്യം. സോ ദാറ്റ് ഞങ്ങൾ 2 ഷെയറിങ് എടുത്തു. ഇവിടെ കണ്ടോ, ഹാങ് ചെയ്യാം ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ കബേർഡ്, ഈ മിറർ ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. കബേർഡ് കണ്ടില്ലേ, നല്ല കുറച്ച് സ്പേഷ്യസ്, ഒരാൾക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുക്കും. ഒരു ചെറിയ എങ്ങനെയും വരുന്നുണ്ട്. ഇനി ബാത്റൂം കണ്ടോ, ഇവിടെ ഒരു ഇതും വരുന്നുണ്ട്. കണ്ണട കണ്ടോ, വാഷ് ബേസിനൊക്കെ ആയിട്ട് ഷവറും ഹാൻഡ് സ്പേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവളെ PG. ഇവളെടുത്ത് ഞങ്ങളിപ്പോൾ സെലക്ട് ചെയ്തതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സേ ഹായ്. ഹായ്. വിച്ച് ക്ലാസ്? മറന്നുപോയോ? യു ഫോർഗോട്ട് ഇറ്റ്? വിച്ച് ക്ലാസ്? 3rd സ്റ്റാൻഡേർഡാ? ഇത് ഇവിടുത്തെ ഓണറിന്റെ കുട്ടിയാണ് ഗൈസ്. പുള്ളിക്കാരന്റെ മോളാണ്. ചിരിച്ചേ, ആരവി സ്മൈൽ. ഗൈസ്, ഇവക്ക് PGയിൽ റൂം കിട്ടിയത് 1st ഫ്ലോർ തന്നെയാ. താഴെ ഫുഡ് ഉണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി എളുപ്പം അവർക്ക് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഇവിടെയാണ് കുറച്ചുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈക്കായത്. പിന്നെ സെക്യൂരിറ്റി ആയാലും ഒക്കെ ഉണ്ട്. പിന്നെ
പിന്നെ ആ കൊച്ചിനെ കണ്ടേ, ഞാൻ നേരത്തെ കാണിച്ച ആ കൊച്ച് ഇവിടുത്തെ ഓണറിന്റെ കൊച്ചാ. ഭയങ്കര സ്മാർട്ടാ പുള്ളിക്കാരി, ഭയങ്കര കമ്പനിയാ. അപ്പത്തേക്ക് ഋതുവിന്റെ പേരൊക്കെ പഠിച്ചു. നല്ലൊരു കൊച്ചു, ക്യൂട്ട് ക്യൂട്ട് കുട്ടി. അയ്യോ, അവക്കൊരു കമ്പനി ആവും എന്തായാലും. അവർക്ക് ഈ കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു ടെൻഷൻ ഫ്രീ ആയി. നിങ്ങൾ റൂമിലപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ. ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം. പി ജിയും റൂമും ഒക്കെ സെറ്റായി. അപ്പം ഇവക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത ആൾക്കാരെ കാണിച്ചു തരാം. 2 ആൾക്കാരേ ഉള്ളു ഇവിടെ, കാണിച്ചു തരാം. ഹായ് ഹായ് പറഞ്ഞു. പേരെന്താന്ന് പറഞ്ഞു കൊടുക്ക്, പേരെന്താന്ന് പറഞ്ഞു കൊടുക്ക്. ഈ ചേട്ടനാണ്, ഇവനാണ് ഇവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത, റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയേ. ഇനി അടുത്ത ആളാണ്. ഹായ്, പേരെന്താ? അശ്വിൻ വിളിക്കും. സിംഗിൾ ആണോ? ഞാൻ സിംഗിൾ ആണ്. ആ ഗൈസ്, സിംഗിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ അന്വേഷിക്കാം. അശ്വിൻ എന്നാണ് പേര്. അങ്ങനെയാണ് ഗൈസ് ഇവർ കാര്യങ്ങൾ. ഇതാണ് റൂമിന്റെ ഓണർ, ഇതാണ് ഇവിടെ പി ജി. കണ്ട 3 ആള് നല്ല ഉറക്കം. ഇവിടെ ഫ്രണ്ട്സ് ആവാനുള്ളവർ അവരൊക്കെ. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, മലയാളി കഫേ ആണ്. നല്ല ചായയൊക്കെ കിട്ടും, ജ്യൂസൊക്കെ കിട്ടും. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്ന് നമുക്ക് കഴിക്കാം. ഗൈസ്, ഞങ്ങൾ ഫുഡിന് ഇവിടെ നെഹദി മന്തിയിൽ കയറി വെയിറ്റ് ചെയ്യാണ്. ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 ഹണിയും ബാക്കി നോർമൽ, നമ്മൾ മൊത്തം 7 ആളാണ്. ബാക്കി നോർമൽ അൽഫാം മന്തിയാണ്. നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യാൻ നല്ല വിശക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സമയം 4:15 4:15 കഴിഞ്ഞു. എനിക്കറിയില്ല എനിക്ക് കേൾക്കുന്നുണ്ടോന്ന്. പാട്ടൊക്കെ ഫുഡ് വന്നിട്ട് കാണിക്കാം. ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പൊ സമയം 5:10. ഇവിടെയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ്, ബിക്കോസ് നല്ല മഴയൊക്കെ പെയ്തു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് റൂമിലേക്ക് പോവാ. ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാഗോ ആ ആപ്പില്. സോ ഇപ്പൊ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് എനിക്ക് 36 മിനിറ്റ്സ് കണ്ടോ, 36 മിനിറ്റ്സ് ഇനിയും ഉണ്ട്. നല്ല ബ്ലോക്കാ. ഒബ്വിയസ്ലി ബാംഗ്ലൂരിൽ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും. സോ ഇനി എപ്പോഴാണ് അവിടെ എത്തുകയെന്ന് അറിയില്ല. ഗൈസ് കണ്ടോ, ബ്ലോക്ക് കണ്ടോ? നമ്മളിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ എയർപോർട്ട് കാണാമെന്നുള്ള രീതിയിൽ, ഇവർക്ക് കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോവാണ്, അല്ലാതെ വേറൊന്നിനല്ല. ഇത് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. ഞങ്ങൾ ടെർമിനൽ 2-ലാണ് പോകുന്നത്. അവിടെയാണ് കുറച്ചുകൂടി കാണാനുള്ളത്. ഗൈസ്, ടെർമിനൽ 2-ലേക്ക് ഞങ്ങൾ കടന്നു. ഗൈസ്
നമ്മളത് ടെർമിനൽ 2 എത്തുന്നു. വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. Please look at that beauty. Oh my god. ഞാൻ ഇതിന് മുന്നേ വന്നതാ. ഇവിടുത്തെ ഇവർക്ക് വേണ്ടി പിന്നെയും വന്നതായിരുന്നു. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ പോകുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ എയർപോർട്ട് എത്തി. Look at this beauty. Oh my god. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ക്യാപിച്ചിനോ വാങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ പറയാൻ നല്ല ടയേർഡാണ്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു റൂം ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ. റൂം പോയി ചെക്ക് ഇൻ ചെയ്തു. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ മോൾ ഓഫ് ഏഷ്യയിൽ പോയി. യലഹങ്കേൻ്റെ അടുത്തുള്ള യലഹങ്ക അവിടെ പോയി. എനിക്കറിയില്ല നിങ്ങൾ ഓഡിയബിൾ ആണോ എന്ന്. അവിടെ പോയി അവിടുന്ന് മോളൊക്കെ കണ്ടു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഒക്കെ ഐ വാസ് ടു ടയേർഡ്. പക്ഷെ ഞാൻ ചെറിയ പിച്ച് എടുത്തിട്ടുണ്ട് പോർഷൻസ്. അത് ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്യാം. എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. മാപ്പ് നോക്കി എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ ഇപ്പം ഞങ്ങൾ എയർപോർട്ട്, ഞാൻ ഓൾറെഡി വന്നതാ. ഋതു ആണെങ്കിൽ ഇവിടെ വന്നതാ. ഇവരെ എയർപോർട്ട് ഒന്ന് ചുമ്മാ കാണിക്കാം. കാരണം ഇവിടെ കിട്ടുന്ന എയർപോർട്ട് എല്ലാ എയർപോർട്ടിനും കാട്ടും. അപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാ. ഇവിടെ എത്തി. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം. സെക്കൻഡ് അല്ലല്ലോ, ഫസ്റ്റാണോ സെക്കൻഡ് ആണോ ഓർമ്മയില്ല. അവിടേക്ക് പോവാം. അവിടേക്ക് ഞാൻ എടുത്തിട്ട് കാണിക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. അപ്പം ഫസ്റ്റ് ഫ്ലോറാ അല്ലേ? ഫസ്റ്റാണ് സെക്കൻഡാണ് ഞങ്ങൾക്ക് ഒരു പിടുത്തല്ലേ ഗൈസ്. അപ്പം കിഡിലൻ കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. കിഡിലനാണ് ഗൈസ്. എല്ലാ എയർപോർട്ടും വെച്ച്. നീ ഇന്ന ഫോണ് എൻ്റെ വായിക്കൊണ്ടൊക്കെ കൊച്ചു ഫോണ് ഇവിടെ. ഈ കൊച്ചു ഫോൺ ഇതാണ് ഗൈസ് എയർപോർട്ടിന്റെ മേലെ ഗൈസ്. ഗൈസ് ഇതാണ് ഇവിടെ ആരോ ചാനലിൽ അതിക്രമിച്ച് കയറി ഗൈസ് എവിടെ ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഫോൺ ഒരുമാതിരി വെച്ചിട്ട് ഞാൻ നാട്ടിൽ പോവാ ഗൈസ്. എനിക്കിവിടെ മടുത്തു. കൊച്ചിനെ ഗൈസ്, നിങ്ങൾ ഈ കൊച്ചിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കാൻ വന്നിട്ട് ഈ കൊച്ചു പറയാ നാളെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് 1 വീക്ക് കയ്യും ക്ലാസ് തുടങ്ങാൻ. വീട്ടിൽ നിന്ന് പോയല്ലോ സമാധാനത്തോടെ. എനിക്ക് ആ ഒരാഴ്ച വീട്ടിൽ നിൽക്കാതെ വെച്ച് പോകുമ്പോ ഇത് പോകുന്നില്ല പോലെ. പിന്നെ നാളെ തന്നെ കെട്ടി എഴുന്നേറ്റ് ഇവര് അത്ര സീരിയസ്ലി എന്ത് ചെയ്യും ഞാൻ? ഇവിടെ പഠിച്ച് കൊണ്ടാക്കി ചേർത്ത് ഇവിടെ കൊണ്ടിടാൻ പോയപ്പോ 1 വീക്ക് വീട്ടിലേക്ക് വരും അത്ര. പ്രത്യേക ഒരു റിക്വസ്റ്റ് ആണ് ഗൈസ്. അഖിലേട്ടൻ, അദ്വൈതേട്ടൻ, ബാസി, ധീരജ്, പിന്നെ വേറെ ആരാ, ഇവരോടൊക്കെ ലൈക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ്. ഇതെന്റെ യൂട്യൂബ് ചാനൽ അല്ലാതെ മറ്റേ മാട്രിമോണി സൈറ്റ് അല്ല ഗൈസ്. പിന്നെ അയ്യോ ഫുക്രുവായിട്ട് എന്ത് ഗൈസ്, ഇവിടെ ബീച്ച് സെറ്റായപ്പോ ഇവിടെ തനി സ്വരൂപം പുറത്തെടുത്ത്. പിന്നെയും ഇന്നലെ സാഡായോണ്ട് കുറച്ചൊരു പാവം പോലെ കരടൊക്കെ ടെൻഷൻ അടിച്ചോണ്ട് ഒന്നും മിണ്ടിയില്ല ഇന്നലെ വ്ളോഗില്. ഇന്ന് പുള്ളിക്കാരത്തി പഴയ ചന്ത സ്വഭാവം ഇറക്കി. അവരെ കാണുന്നില്ല. നമ്മളൊന്നും പറയുമ്പോഴേക്കും ഇവരെ കാണുന്നില്ല. പറഞ്ഞിട്ടും പോയില്ല. ഇത് എവിടെ പോയോ എന്തോ. പിന്നെ വേറൊരു കാര്യം, ഒരാളെ ഫോണിൽ ചാർജ് ചെയ്യും. എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു വ്ളോഗ് എടുക്കാൻ മാത്രം. അതും ഉണ്ടായിരുന്നു ഒരു റീസൺ. അങ്ങനെ ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് കയറി
USB കാർ കണക്ട് ചെയ്യുന്ന ചാർജറിൽ, കാരണം നമ്മളെല്ലാരും ഫോൺ ഓഫ് ആയി പോയി. ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ടിട്ടേ പാട്ടൊക്കെ ഇട്ട് ഫുള്ള് ഇതായി പോയി. ഗൂഗിൾ പേ ചെയ്യാൻ ഇനി ഈ ഫോണും പിന്നെ വേറൊരു ഫോണും കൂടി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് ചാർജ്, അതും കൂടി ഓഫ് ആയാൽ തീരുമാനമാവും കാര്യങ്ങൾ. അപ്പൊ ആ USB ഇതൊക്കെ വാങ്ങിയിട്ട് ഫോൺ ഒരു ഇച്ചിരിയെങ്കിലും ചാർജ് ആയിട്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ് കിട്ടി ഗൈസ്, ഞാൻ വിചാരിച്ച് ഫ്ലൈറ്റ് കയറി പോയിന്ന്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞങ്ങള് തിരിച്ച് റൂം പോവും, കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. ഇനിയും കൂടി കിടത്താൽ ഇനി ഞാൻ ഉണ്ടാവില്ല, ബിക്കോസ് അത്ര ടയേർഡാണ് ഞാൻ. ഇനി ഉറങ്ങി വീഴാനുള്ള അവസ്ഥയും കൂടിയാണ്. തിരിച്ച് കാറ് പോകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും, വേറെ ആരെങ്കിലും മാപ്പ് നോക്കിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ബിക്കോസ് ഞാൻ ഭയങ്കര ടയേർഡായി, എനിക്ക് ഉറങ്ങിയേ പറ്റൂ. ബോഡിക്ക് ഇനി ഉറക്കിയിട്ടില്ലെങ്കിൽ സീനാവും. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി ഞാൻ ഉറങ്ങില്ലായിരിക്കും വണ്ടിയിലൊക്കെ. സോ ഇന്ന് ഇവിടെ വെച്ച് വ്ളോഗ് നിർത്താം. ദിസ് ഈസ് മൈ പാർട്ട് 2 വ്ളോഗ്. ഇനി ഒരു പാർട്ട് 3 ഉണ്ട്, അത് നാളത്തെ കാര്യങ്ങളായിരിക്കും പാർട്ട് 3 കാണിക്കാൻ പോകുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇതേ ഉള്ളൂ. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു വാച്ച് മൈ പാർട്ട് 3 ഓൾസോ, ഓക്കെ? അപ്പം ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്നലെ നാളത്തേക്ക് ഇടാം, ഓക്കെ? അപ്പം ബൈ, till then stay tuned for my part 3.